സമാധാനവും എന്ന സന്ദേശധ്യാനികളുമായി ലോക വിനോദസഞ്ചാര ദിനത്തെ വീണ്ടും ആഘോഷപൂർവ്വം വരവേറ്റു. സമ്പദ് വ്യവസ്ഥയെ ഉയർത്തുന്നതിലും പരിസ്ഥിതിയെപ്പറ്റിയുള്ള അവബോധവും സാംസ്കാരിക വിനിമയ വിനോദസഞ്ചാരത്തിലൂടെ ഉയർത്തിക്കാണിച്ചാണ് ലോക ടൂറിസം ദിനം വെള്ളിയാഴ്ച ജനം നെഞ്ചേറ്റിയത്. ലോക ടൂറിസം ദിനാചരണത്തിനുള്ള പ്രമേയമായി മുന്നോട്ട് വെച്ച വിഷയം ടൂറിസവും സമാധാനവും എന്നതാണ്. ലോകത്ത് തന്നെ വ്യവസായ മേഖലകളിൽ വിനോദസഞ്ചാരത്തിന് സവിശേഷമായ വലിയ പ്രാധാന്യമാണ് എങ്ങും ചൂണ്ടിക്കാണിക്കുന്നത്. ഇക്കാരണത്താലാണ് സാമ്പത്തിക പുരോഗതിയിൽ ടൂറിസം നിർണായക ഘടകമായി വിലയിരുത്തുന്നത്. അതേസമയം അന്താരാഷ്ട്ര സഹകരണവും ടൂറിസം മേഖലയിൽ പുതിയ മാനങ്ങൾ തേടുകയാണ്. 1980 മുതലാണ് വർഷം തോറും സെപ്റ്റംബർ 27-ന് ലോക ടൂറിസം ദിനം വിവിധ പരിപാടികളോടെ ആചരിക്കുന്നത്. യാത്രകളെ നെഞ്ചോട് ചേർത്ത് ആഘോഷിക്കാനുള്ള ആവേശം ഏതൊരു സഞ്ചാരിയുടെ മനസ്സിലുമുണ്ടാകും. കാടും മേടും പുഴയും കടലുമൊക്കെ ചേർത്ത വിനോദസഞ്ചാരത്തിലൂടെ പുതിയ അനുഭവങ്ങളാണ് ഓരോ യാത്രയും സമ്മാനിക്കുന്നത്. മണാലി, കാശ്മീർ, ഹൈദരാബാദ് തുടങ്ങി ഒട്ടുമിക്ക ഇന്ത്യൻ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലും സഞ്ചാരികൾ സജീവമായതാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. കേരളത്തിലെ കക്കാടംപൊയിലിൽ പോലും ലോക ടൂറിസം ദിനത്തിൽ സഞ്ചാരികൾ ഒഴുകുകയാണ്. ഓരോ രാജ്യങ്ങളിലെ വിനോദസഞ്ചാര പ്രദേശങ്ങളിലെ പ്രകൃതി തീർത്ത വർണ്ണക്കാഴ്ചകൾ കണ്ടും കേട്ടും അതാത് പ്രദേശങ്ങളിലെ ചരിത്രങ്ങളും കലകളും ആചാരങ്ങളും ജീവിത സാഹചര്യങ്ങളും നേർക്കാഴ്ചകളായി മനസ്സിലാക്കാനാകുന്നു എന്നത് സവിശേഷതയും വിനോദസഞ്ചാരത്തിലൂടെ ലഭിക്കുന്നു. ഈ മേഖലകളിൽ റിസോർട്ടുകളും ഹോട്ടലുകളും സാംസ്കാരികമായ അവബോധം സൃഷ്ടിക്കാവുന്നതാണ് മറ്റൊരു സവിശേഷത. ഇന്ത്യയിൽ യാത്രയെ ധന്യമാക്കുന്ന ഒട്ടേറെ സ്ഥലങ്ങളുണ്ട്. ഡൽഹി, മണാലി, കാശ്മീർ, രാജസ്ഥാൻ, കേരളം, കർണാടക തുടങ്ങി ഇന്ത്യൻ ടൂറിസം കേന്ദ്രങ്ങളിൽ സഞ്ചാരികളുടെ വരവ് വർദ്ധിച്ചതായി റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നു. 2024 കേരളത്തിന്റെ വിനോദസഞ്ചാര മേഖലയിൽ ഒരുപാട് പദ്ധതികൾ നടപ്പിലാക്കുന്നതിനുള്ള പദ്ധതികൾ സർക്കാർ ആവിഷ്കരിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് വയനാട് ജില്ലയിൽ ടൂറിസത്തിലൂടെ സാമ്പത്തിക മേഖലയിൽ നിരവധി സാധ്യതകളാണ് തെളിയുന്നത്. വയനാട് മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തം വയനാടിന്റെ ടൂറിസം മേഖലയെ അക്ഷരാർത്ഥത്തിൽ തളർത്തിയിരുന്നു. ഈ ക്ഷീണമകറ്റി പൂർവ്വസ്ഥിതിയിലേക്ക് മാറ്റുവാൻ സർക്കാർ പദ്ധതികൾ മുന്നോട്ട് വെച്ച് നടപ്പിലാക്കുകയായി. വന്യമൃഗങ്ങളുടെ ആക്രമണം മൂലവും കാലാവസ്ഥാ പ്രതിസന്ധിയും മൂലം 6 മാസങ്ങൾക്ക് മുൻപ് അടച്ചിട്ട പല ഇക്കോ ടൂറിസം കേന്ദ്രങ്ങൾ തുറക്കുന്നതിനുള്ള നീക്കം നടക്കുകയാണ്. വീണ്ടും ഒരു ലോക വിനോദസഞ്ചാര ദിനത്തിന്റെ വരവേൽപ്പിലൂടെ കേരളത്തിലെയും എല്ലാ ടൂറിസം മേഖലകൾക്കും ഒരുപാട് പ്രത്യാശകൾ നൽകിയും കൂടുതൽ സജീവമാവുകയാണ്.